ആ ആ ആ ആ ആ അതെ ആ ആ ആ ആ ആ ആ ആ ഇപ്പൊ രണ്ടാമത്തെ വട്ടമാണ് കറണ്ട് പോകുന്നത്. ഇപ്പൊ കറണ്ട് പോയി. ഇങ്ങനെ പല പല രോഗങ്ങളായി കറണ്ട് പോവുക, കൂടെ 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 കറണ്ട് പോവുക. ഇവിടെ എങ്ങും ഇല്ലാത്ത ഇതൊക്കെ എല്ലാം പിടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കറണ്ട് പോകുന്നത്, നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക, നമ്മുടെ നെറ്റ് ഓഫ് ചെയ്യുക, ഭയങ്കര ശല്യമാണ്. എല്ലാത്തിനും തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. മോനെ നിങ്ങൾക്കതൊന്നും അറിയാലോ, എത്ര പ്രാവശ്യം പോയി ആഴ്ചയിൽ പോലും പോകത്തില്ല, മാസത്തിൽ പോലും പോകത്തില്ല കറണ്ട്. ഓ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ദിവസം ഒരു 6, 7, 8 പ്രാവശ്യം കറണ്ട് പോവുക. എന്തെല്ലാം വിലകളറിയാവോ കറണ്ട് പോകും. അങ്ങനെ പല പല വിലകളാണ്. നമ്മളെ കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ കറണ്ടൊക്കെ കളയുന്നത്. ഇല്ല ഈ ഈ ആഴ്ച വരത്തുള്ളൂ. അല്ല അമ്മ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ട. ഇതെന്തോ ഇവന്മാര് നമ്മുടെ കാര്യം നോക്കേണ്ട കാര്യം എന്തോ. അല്ല മോന്റെ വീട്ടിലെ മോനെ കുറിച്ച് അയലത്തുകാരാണോ ഡിസ്കസ് ചെയ്യുന്നത്? ആണോ? അല്ല അതാ പറഞ്ഞത്, മോന്റെ വീട്ടിലെ കാര്യം നിങ്ങൾ അയലത്താണോ ഉള്ളവരാണോ തീരുമാനിക്കുന്നത്? ആണോ? ഈ അയലത്തുകാരൊക്കെ നമ്മുടെ ഇവന്മാരൊക്കെ നമ്മളെ കുറിച്ച് തീരുമാനിക്കാൻ എന്തൊരു ശല്യമാണെന്നറിയാമോ? ഇതിനൊക്കെ ആരാണ് ഇത് നമ്മുടെ കാര്യം തീരുമാനിക്കാൻ? ഇങ്ങനെ എന്തോ SNDP വെച്ച് പറയാം, എന്താ അവനെ ഭർത്താവ് അങ്ങനെ എല്ലാരും കേട്ട് അവർക്കൊക്കെ അറിയാം. വേറും കളത്തരങ്ങൾ പറയാം, അവരെല്ലാം പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്നു എന്തൊരു അനാവശ്യ കൊച്ചിനെ കുറിച്ച് പറയുന്ന ആളായിരുന്നു പറഞ്ഞുകൊണ്ട്. എന്നിട്ട് കൊണ്ടുവിട്ട് അവന്റെ മോനെ എഴുന്നള്ളിച്ച് കഴിഞ്ഞ ദിവസം. ഇങ്ങനെ അപ്പനും മോനും കൂടെ പോടാ പട്ടി പട്ടി പിന്നെ മായും ഒക്കെ വെച്ചാ വിളിക്കുന്നത്. ഇങ്ങനെ തമ്മിൽ വിളിക്കുന്നത്. അതെ ആണേ, ഞാൻ പറയുന്ന കള്ളമൊന്നുമില്ലേ? ആ വെറും കള്ളനാണ്. ഞാൻ വെറും തെറ്റിയ അവരോട് സംസാരിക്കാൻ അവന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലയോ, അത് കിട്ടാൻ വേണ്ടി ഇവനെ കൊണ്ടുവന്ന് മയക്കി അടിച്ച് എന്തുവാ കൈയും കാലും കെട്ടിയിട്ട് പോകാൻ കെട്ടിയിരുന്നതാണ്. അത്രേ ഉള്ളൂ. എന്നിട്ട് ഏതാണെല്ലാം ഈ ഓപ്പറേഷൻ പോലൊക്കെ ചെയ്തേച്ചേ കണ്ണൊക്കെ ഇങ്ങനെ ആക്കി എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുക. അല്ലാതെ എന്തുവാ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഡീസികൾ ചെയ്യാൻ ഒരു പാടുമില്ല. മനസ്സിലായോ? നമുക്ക് ഡീസികൾ ചെയ്യുന്ന നല്ലതാക്കാൻ പറ്റുന്നെങ്കിൽ ഡീസികൾ ചെയ്യുന്ന ഇതുകൊണ്ട് മനസ്സിലായോ? ഡീസികൾ എന്ത് നമ്മളെ എനിക്കറിയാലോ, ഒരു ഓപ്പറേഷന്റെയും കാര്യമില്ല. കുറെ ഗ്യാസ് അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ വണ്ണം കൂട്ടുക, പിന്നെ നമ്മുടെ കാലിലോട്ടൊക്കെ ലേസ് വെച്ച് നമ്മുടെ കാലിന്റെ വണ്ണം കുറയ്ക്കുക, അങ്ങനെ പല പല വേലകളാണ്. ഒന്നിനൊന്നും വേലയില്ല, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന്. ആ 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 എന്നാ ചെയ്യുമ്പോൾ മോനെ ഓഫീസ് ആ ആ ആ എന്നാ ചെയ്യുമ്പോൾ മോനെ ഓഫീസ് ടൈം അല്ലേ? എന്ന് ഞാൻ വിളിച്ച് നോക്കിയാൽ ഓഫീസ് ടൈം ചിലപ്പോൾ ഫോൺ എടുത്ത് കാണുമല്ലോ എന്ന് വിചാരിച്ചോണ്ട്. ശരി മോനെ. ആ ഇവരിപ്പോ തിരിച്ചു പോയി അങ്ങ് പുറമുറത്തോണ്ട് പോവാ. ഏതാണ്ടെല്ലാം പറഞ്ഞോണ്ടങ്ങ് പോവാ ഇവൻ. ഇവൻ എന്തോന്നാ ഭ്രാന്ത്? നമ്മളെ കാണുമ്പോ നമ്മളെ പുറമുറത്തോണ്ടല്ലേ ഏതാണ്ടെല്ലാം ഒച്ചത്തിൽ പറഞ്ഞോണ്ട് പോയി. ഏതാണ്ട് ഭ്രാന്തികൾ നടക്കുക. ഇങ്ങനെ എന്തോ ഭ്രാന്ത് അറിയില്ല. കാണുമ്പോ ഇങ്ങനെ ഇളക്കവാ, ഇങ്ങനെ ഇളകുവാ കാണുമ്പോ നമ്മുടെ ഇത് കാണുമ്പോ ഇളകുന്ന എന്തോ ഇത്. നമ്മൾ നമ്മുടെ വീടിനകത്ത് ഇരിക്കുന്നു. ഇങ്ങനെ രോഗം ഇതിന്റെ വയ്യ പോകുന്നതുകൊണ്ട് കണ്ടാലും ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴെല്ലാം ചീത്ത വിളിയാ ഇവന്. പിന്നെ എന്തുവാണോ ഇവന്റെ നോട്ടം കാണും, എനിക്ക് ഇറങ്ങിയ നോട്ടം.
ഞാൻ ഭ്രാന്താവനെ ഭ്രാന്ത് കൂടി നടക്കുക ഇവനെ കണ്ടല്ലോ. ആ എല്ലാരും പറയുന്നുണ്ടത്. അയ്യോ എന്താ ഇതിന്റെ രോഗം എന്നാ ചോദിക്കുന്നത്. ആ ആ ആ ആ ആ ആ ആ ശശിമാമനെ എല്ലാം ചീത്ത വിളിക്കുക. ശശിമാമനെ മാമ, ഞാൻ മാമാന്ന് വിളിക്കുന്നവരെയൊക്കെ ഇത് ചീത്ത വിളിക്കുന്നത്. മാമ എന്താ ശശിമാമൻ. പിന്നെ 30 പേരെ കൊണ്ട് ജോലി എടുക്കാൻ പണമില്ലാഞ്ഞിട്ടാണ് അവരുടെ എല്ലാം പഞ്ചായത്തിന്റെ വാർത്തയിലെ എല്ലാം എടുക്കുവാന്ന്. അതാ ആ എങ്ങാണ്ട് കെട്ടൊക്കെ എഴുതുമ്പോ ആ ആ നമുക്ക് നമ്മുടെ വസ്തുവിനകത്ത് ഇറങ്ങാനും നമ്മുടെ ഇവരെന്തോ ചാടി ഇറങ്ങി കഥവ് ചാടി ഇറങ്ങി വലിച്ച് തുറന്നിട്ട് അവനെ വീട്ടു വിളിക്കാൻ നമ്മളാണ് പറയാൻ തുടങ്ങിയത്. ഭ്രാന്തളങ്ങിയിട്ട് എന്തോ ഭ്രാന്തെന്ന് അറിയത്തില്ല. ഭ്രാന്തത് കൂടി നടക്കരുത്. ഏഹ് ഇല്ലില്ല. ഇവിടുത്തെ അമ്മ ആ അത് കുഞ്ഞുമോമാണ്. കുഞ്ഞുമോ ബാലൻസ് കുഞ്ഞുമോമാണ്. വരുന്നില്ല. ഇല്ല. എന്നാ ശരിയമ്മേ വിളിക്കാം. ആ ആ ആ ആ ആ ആ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇവനൊന്ന് രോഗം. ഇവനും നമ്മളെ കുറിച്ച് എപ്പോഴും ഡിസ്കഷൻ. ഇവൻ എന്തുവാ ഡിസ്കഷൻ നടത്താനും. ഇവൻ ആരാ നമ്മളെ കുറിച്ച് ഡിസ്കഷൻ പറയും. ഇവന്റെ കാര്യം പറയാൻ നമ്മൾ ഇരിക്കുന്നത്. ഇവന് നമ്മൾ ഇവിടെ കൂടെ പോകുമ്പോഴെല്ലാം ചീത്ത വിളിയാണ്. ഇപ്പൊ പോയപ്പോഴും ഇവന്തെല്ലാം പറഞ്ഞോണ്ടാ പോയി. ഇവൻ എന്താ ഭ്രാന്താണെന്നില്ല. ഭ്രാന്ത് കൂടി നടക്കുക കേട്ട കഴിയുന്നത്. ഞാൻ എന്തുവാ കുമാരദാസിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ആ സർവയാന്റിയുടെ മോനെ. ആ എടുത്തെടുത്ത് ഞാൻ പറയുമായിരുന്നു. ആ ആ ശനിയാഴ്ച എനിക്കായിരുന്നു. ശനിയാഴ്ച. ആ ശനിയാഴ്ച. ആ വരുന്ന ശനി. ആ ഉം. ആ അല്ലല്ല എന്തുവാ ഇവന്റെ സാക്ഷിയെ വിസ്തരിക്കുകയായിരിക്കും. ഒരു വാസുദേവപിള്ളെ തന്നെ ആ മണിയനെയും വെച്ചിട്ടുണ്ടല്ലോ സാക്ഷി പട്ടികയിൽ. അപ്പൊ അവന്മാരെ വിസ്തരിക്കുക ക്രോസ് എക്സാമിൻ ചെയ്യാൻ. ആ ആ ആ ആ ആ ആ ആ ഉം. ആ ആ ആ ആ ആ അതാണ്. ഉം. ആ പയ്യൻ തന്നെ പറഞ്ഞു. കുമാരദാസ് സർവയാനിയുടെ മോൻ. ആ ആ ആ ആ ആ ആ ആ ആ ആ